ഇന്ന് റിലീസായിട്ടുള്ള ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു മെയിൻ ലീഡ് റോൾ വന്നിട്ടുള്ള റോന്ത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് ഓഫ് JP. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ഈ ചാനലിൽ ഒരു മൂവി റിവ്യൂ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ തുടരും സിനിമയ്ക്ക് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്ന സിനിമയാണ് റോന്ത്. ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സിനിമയിലേക്ക് വരാം. നല്ല സിനിമകളെ സത്യസന്ധമായി വിവരിച്ചുകൊണ്ട് ആ സിനിമകളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനൽ ലക്ഷ്യം. തുടരും സിനിമയ്ക്ക് ശേഷം ചെറുതും വലുതുമായ ഒരുപാട് സിനിമകൾ മലയാളത്തിലും അന്യഭാഷകളുമായിട്ട് വന്നു പോയിട്ടുണ്ട്. പല സിനിമകളും നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തുമാണ്. ആ സിനിമകളെല്ലാം നമ്മൾ ചിലവഴിക്കുന്ന സമയത്തിന് ഒരു വാല്യൂ തരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ചാനലിലൂടെ അതിന് റിവ്യൂസ് ഒന്നും വരാതിരുന്നത്. വലിയ താരനിരയോ ബിഗ് ബജറ്റോ ഒന്നുമില്ലാത്ത വളരെ സാധാരണ ഒരു സിനിമയാണ് റോന്ത്. ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം, അതല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു 80% ആൾക്കാരെയും പ്രേരിപ്പിക്കുന്ന ഘടകം ഇതിന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ആയിട്ടുള്ള ഷാഹി കബീർ എന്ന പേര് തന്നെയാണ്. ആള് ചെയ്തു വെച്ച സിനിമകൾക്കെല്ലാം ഒരു മിനിമം ക്വാളിറ്റിയും ഗ്യാരണ്ടിയും ഉണ്ട് എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഈ സിനിമയ്ക്കും ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. വിരലെണ്ണാവുന്ന 4-5 പടങ്ങൾ: ജോസഫ്, ഇലവീഴ പൂഞ്ചിറ, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇപ്പൊ ഇതാ റോന്തും. വളരെ കുറഞ്ഞ പടങ്ങൾ കൊണ്ട് ഷാഹി കബീർ എന്ന് പേരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പോലീസുകാരോട് നമുക്കൊരു സഹതാപമൊക്കെ തോന്നും. ഇവർ ഇങ്ങനെയൊക്കെയാണല്ലേ രാത്രി ഡ്യൂട്ടി എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് 2 പോലീസുകാരുടെ ഒരു നൈറ്റ് ഡ്യൂട്ടിയിൽ ഒരു ക്യാമറ കൊണ്ടുവച്ച് എങ്ങനെ ഉണ്ടാവും? അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് സംവിധായകൻ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അവരുടെ ഇമോഷൻസ്, അവർക്ക് വരുന്ന പ്രതിസന്ധികൾ, അവരതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ മൈൻഡിൽ അത് പോകുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അത് സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. അത് ഭംഗിയായിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുമുണ്ട് ദിലീഷ് പോത്തനും റോഷനും. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഡ്യൂട്ടിയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു തുടക്കക്കാരൻ. ഇവർ 2 പേരും നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് സ്റ്റേഷനിൽ എത്തുന്നതും അന്നത്തെ നൈറ്റ് ഡ്യൂട്ടിയിൽ അവർ ചെന്നെത്തുന്ന കാര്യങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. അത് അവരുടെ ജീവിതത്തിൽ പിറ്റേ ദിവസം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നും വളരെ കൃത്യമായിട്ട് തന്നെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. രാത്രി നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ 80% നൈറ്റ് ഷൂട്ടുകളാണ്. രാത്രിയുടെ ഭംഗിയെയും രാത്രിയുടെ ഭീകരതയും ഒക്കെ കൃത്യമായി തന്നെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു ഹൊറർ സിനിമയുടെ ഒക്കെ മോഡിലേക്ക് ഇത് പോകുന്നുണ്ട്. അത്ര റിയലിസ്റ്റിക് ആണ് ഓരോ ഷോട്ടുകളും. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയിലെ ഓരോരുത്തരുടെയും പ്രകടനങ്ങൾ. അതിൽ തന്നെ റോഷനും ദിലീഷ് പോത്തനും പല പല സന്ദർഭങ്ങളിലായിട്ട് അവരിൽ ഉണ്ടാവുന്ന ഇമോഷൻസ്, ദേഷ്യം, സങ്കടം, നിസ്സഹായസ്ഥ എല്ലാം കൃത്യമായിട്ട് തന്നെ 2 പേരും ചെയ്തു വെച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തനൊക്കെ അസാധ്യ ആക്ടറാണ് നമുക്കറിയാം. പക്ഷെ ഇതിലെ പ്രകടനം ആളുടെ 1 ഓഫ് ദി ബെസ്റ്റ് ആണ്. എന്ത് രസമായിട്ടാണ് ആളെ ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് ഡീപ്പായിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചേർന്നിട്ടുണ്ട്. അത് ഈ പടത്തിന്റെ വലിയൊരു പോസിറ്റീവ് ഘടകമാണ്. കൂടുതൽ പറഞ്ഞ് സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു രസത്തെ ഞാൻ കളയുന്നില്ല. നമ്മളെപ്പോഴും ചെറിയൊരു പേടിയോടുകയാണെന്ന പോലീസുകാരുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി എങ്ങനെയാണെന്നും അവർ അതിലെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും അവർ എന്തൊക്കെ മാനസിക സംഘർഷങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നൊക്കെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരെത്രത്തോളം നിസ്സഹായരാണ്, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടും. നമുക്ക് അവരുടെ സഹതാപമൊക്കെ തോന്നിപ്പോവും.
ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഷാഹി കബീറിന്റെ മുൻകാല ചിത്രങ്ങളോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും ആളുടെ നല്ലൊരു സൃഷ്ടി തന്നെയാണ് റോന്ത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇതുപോലുള്ള ചെറിയ നല്ല സിനിമകൾ വലിയ വിജയമാവട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക, വലിയ വിജയമാക്കുക. ഇതുപോലുള്ള നല്ല സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. ഈ സിനിമയ്ക്ക് നമ്മുടെ ചാനൽ റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. മറ്റൊരു നല്ല സിനിമയുമായി നമുക്ക് വീണ്ടും ഇവിടെ കണ്ടുമുട്ടാം.